ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡിಗೆ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഹോം സെക്രട്ടറി ഷബാന മോദ് കുറച്ച് കർശനമായിട്ടുള്ള കുടിയേറ്റ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കും. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോട്ട് എടുക്കും. അനധികൃത കുടിയേറ്റ രാജ്യത്തെ തകർക്കുന്നു എന്ന് ശക്തമായി തന്നെ പറഞ്ഞ് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ഒരു സ്പീച്ച് നടത്തിയിരിക്കുകയാണ്. അഭയാർത്ഥി പദവിയിലുള്ളവർക്ക് 5 വർഷം പോരാ, ഇനി 20 വർഷം കാത്തിരുന്നാൽ മാത്രമേ സ്ഥിര താമസത്തിലുള്ള അനുവാദം UK ഗവൺമെന്റ് നൽകുകയുള്ളൂ എന്ന് അവർ തുറന്നടിച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ കുടിയേറ്റ നിയമം അതേപോലെ തന്നെ UK അപ്ലൈ ചെയ്ത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്ഡേറ്റ് ആക്കി അത് ആണ് UK കുടിയേറ്റ നിയമമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് ഷബാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി നടത്തിയ സ്പീച്ചിലാണ് ഷബാന മുഹമ്മദ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇനി 5 വർഷം കാത്തിരുന്നാൽ ഈ ILR UK ലഭിക്കും എന്ന ആഗ്രഹം ഒരിക്കലും ഒരു കുടിയേറ്റക്കാരന് വേണ്ട. നമ്മളെ പോലെയുള്ള ലീഗലായിട്ട് വന്ന ആൾക്കാരെ കുറിച്ചല്ല ഇത് പറയുന്നത് കേട്ടോ, ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് വ്യക്തമായി പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അതായത് 20 വർഷം കാത്തിരുന്നാൽ മാത്രമേ ഇനി ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക്, റെഫ്യൂജി സ്റ്റാറ്റസ് ലഭിച്ച ആൾക്കാർക്ക് ILR ലഭിക്കുകയുള്ളൂ. മുൻപ് ഇതേപോലെ ബോട്ടിലൊക്കെ ക്രോസ് ചെയ്ത് വന്ന ആൾക്കാർ UK വന്ന ശേഷം അവർ 5 വർഷത്തോളം കാത്തിരുന്നാൽ അവർക്ക് സ്ഥിര താമസ അനുവാദം ലഭിച്ചിരുന്നു. അപ്പൊ ഇത് ഒരു അനീതിയായി തന്നെ പലരും കണക്കാക്കുന്ന വിഷയം തന്നെയാണ്. ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് ഓർത്ത് തന്നെയാണ് പല റെഫ്യൂജികളും UK ഇതേപോലെ തന്നെ ബോട്ടിലൊക്കെ വളരെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഫ്രാൻസിന്റെ തീരങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് സ്ഥിര താമസ അനുവാദം നൽകില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി 5 വർഷം കാത്തിരുന്ന ലഭിക്കില്ല, 20 വർഷമെങ്കിലും കാത്തിരിക്കണം എന്ന് ഷബാന മോദ് പറയുകയാണ്. അത് ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷന്റെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നൽകില്ല എന്നത് വ്യക്തമായി പറയാത്തത്. ഈ ഒരു അനധികൃത കുടിയേറ്റ സമൂഹത്തിൽ വലിയ ഭിന്നത വരുത്തുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതും തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതും വളരെ ധാർമ്മിക ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്ന് ഷബാന മുഹമ്മദ് പറയുന്നുണ്ട്. അത് ശക്തമായിട്ടുള്ളൊരു പോയിന്റാണ്, അവർ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഒരു അനധികൃതമായിട്ട് വരുന്ന UK വരുന്ന ആൾക്കാർ UK സാധാരണക്കാരായ മറ്റു ആൾക്കാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നഗ്ന സത്യം തന്നെയാണ്. അപ്പോൾ കുടിയേറ്റക്കാരായി വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാഷ് മുടക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ടാക്സിൽ നിന്നാണ്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗവൺമെന്റിനുള്ളിൽ തന്നെയും ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെയും, അത് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് UK അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ജനങ്ങൾക്കിടയിൽ തന്നെയുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭിന്നിപ്പ് വലിയൊരു ഇഷ്യൂ ആണ്. കലാപങ്ങൾ വരെ ഉണ്ടാകാൻ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ ടോമി റോബിൻസനെ പോലെയുള്ള നേതാക്കന്മാർ കഴിഞ്ഞ മാസം UK ലണ്ടനിൽ തന്നെ വലിയൊരു മീറ്റപ്പ് നടത്തിയിരുന്നു. ഈ പറഞ്ഞ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ. അതുപോലെ റീഫോം പാർട്ടിയും ശക്തമായ രീതിയിൽ ഗവൺമെന്റിനെ എതിർക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഈ ഒരു ലേബർ പാർട്ടി കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ഇനി അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല, സാധാരണക്കാരെ ആൾക്കാർക്ക് ഒപ്പമാണ് ഗവൺമെന്റ് നിൽക്കുക എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഷബാന മുഹമ്മദ് നൽകിയത്. നിലവിലെ സംവിധാനം തകർന്നിരിക്കുകയാണ്, ഇനി അങ്ങനെ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും ഷബാന മുഹമ്മദ് കൂട്ടിച്ചേർത്തു. 2025 സെപ്റ്റംബർ ഇപ്പൊ നവംബർ ആയില്ലേ, 2025 നവംബർ വരെ ഏകദേശം 39,000-ഓളം പേരാണ് ചെറിയ ബോട്ടുകളിൽ UK എത്തിച്ചേർത്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഷബാന മുഹമ്മദ് പറയുന്നുണ്ട്. 648-ഓളം പേര് ഒരു ദിവസം മാത്രം ബോട്ടിൽ UK എത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 5 വർഷ കാലാവധി 20 വർഷമായി ഉയർത്തുന്നതോടെ ഈ അഭയാർത്ഥികളുടെ വരവ്, അപ്പോൾ അഭയാർത്ഥികൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാവും. അതായത് വരണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. മറ്റൊരു നമ്മൾ ഒരു സ്ഥലത്തോട് ഇത്ര റിസ്ക് എടുത്ത് മതിൽ ചാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന ഒരു ഗോൾഡൻ ചാൻസ് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നാലും ഒരു ചാൻസ് ഇല്ല എന്നുള്ളൊരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിനുള്ള വരവ് കുറയും എന്നും ഗവൺമെന്റ് വിലയിരുത്തുന്നു. ജോലി ചെയ്യാൻ കഴിവുള്ള അഭയാർത്ഥികൾ ജോലി ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അവർക്കുള്ള സഹായധനങ്ങൾ നൽകില്ല എന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ജോലി ചെയ്യാൻ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ ആലോചിക്കണം, UK ഇതേപോലെ അഭയാർത്ഥികളായി വരുന്ന ആൾക്കാർ ഒരു പണിയെടുക്കാതെയാണ് അവർക്ക് ഗവൺമെന്റ് വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ പാർപ്പിടമൊക്കെ നൽകുന്നത്. ഇതിന് ഈടാക്കുന്ന എമൗണ്ട് മൊത്തം സാധാരണക്കാരുടെ ടാക്സ് എമൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് UK പല ആൾക്കാരും എടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ അനുവാദമുള്ള ആൾക്കാർ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കുള്ള സഹായധനം പിൻവലിക്കും എന്നും ഗവൺമെന്റ് പറയുന്നു. UK പൗരന്മാരെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം ഇതേപോലുള്ള അഭയാർത്ഥികൾ ലഭിക്കുന്നത് അനീതിയാണ് എന്നും ഷബാന മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞു. കൈയടിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് അത്. ഇപ്പം വരെ നയങ്ങൾക്ക് പ്രചോദനമായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തന്നെ ഡെൻമാർക്ക് യൂറോപ്പിലെ മറ്റു രാജ്യമായ ഡെൻമാർക്കിന്റെ ചില കടുപ്പമേറിയ നയങ്ങൾ തന്നെയാണ് ഡാനിഷ് മോഡൽ ഇമിഗ്രേഷൻ നയം. അപ്പോൾ അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നല്ലൊരു അഡാപ്റ്റേഷൻ തന്നെയാണ്. ഡെൻമാർക്കിലൊക്കെ അഭയാർത്ഥികൾക്ക് താൽക്കാലികമായ താമസാനുമതി ലഭിക്കുക, അല്ലാണ്ട് UK പോയി അല്ല. അവർ നിശ്ചിത കാലത്തോട്ട് താമസാനുമതി ലഭിച്ച് അത് പുതുക്കി റിന്യൂ ചെയ്ത് പോകുന്ന പോലെയാണ്. നമ്മൾ വിസയൊക്കെ റിന്യൂ ചെയ്യുന്ന പോലെ തന്നെ അവർ അത് തന്നെ വിസ റിന്യൂ ചെയ്യുന്ന പോലെ തന്നെ ഇത്ര കാലത്തോട്ട് ഒരു സ്ഥിര താമസാനുമതി ലഭിക്കും. അതിനുശേഷം വീണ്ടും അത് റിന്യൂ ചെയ്യണം. അപ്പോൾ UKയും അത് അഡോപ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ എത്തിയാൽ സ്ഥിരമായി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സന്ദേശം ഇതേപോലെ കള്ളത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് നൽകൂ എന്നുള്ളതാണ് ഷബാന മുഹമ്മദ് ഇതിലൂടെ
ശ്രമിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടി തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ഗിമ്മിക്കുകളാണെന്നുള്ളതാണ്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കുകളാണെന്നുള്ളത്. കൺസർവേറ്റീവ് പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രീതി നഷ്ടപ്പെട്ടു. അതേപോലെ അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ പണ്ട് ശങ്കരാടിയൊക്കെ അത് സിനിമയിൽ പറഞ്ഞ പോലെ അവർ പറയുന്നത് എന്താണെന്ന് രാഷ്ട്രീയപരമായിട്ട് എന്താണ് അവർ വെറുതെ വികരണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. 20 വർഷം ഇതേപോലെ അഭയാർത്ഥികൾക്ക് 20 വർഷം കാത്തിരിക്കണമെന്ന് പറയുന്നത് അനീതിയാണെന്ന് റെഫ്യൂജി കൗൺസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് എന്തരത്തിലാണ് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ അഭയാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലീഗലായിട്ട് വന്ന ആൾക്കാരോട് ചെയ്യുന്ന അനീതി അല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ലീഗലായിട്ട് വന്ന ആൾക്കാർ IELTS OET എല്ലാം പഠിച്ചും കഷ്ടപ്പെട്ട് അവർ ലീഗലായിട്ടുള്ള വഴിയിലൂടെ പാത്വേയിലൂടെ വന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസ ഇത്ര സാലറി വേണം, ഇത്ര കാര്യങ്ങൾ വേണം, വിസ പുതുക്കാത്ത പ്രശ്നങ്ങൾ, ത്രഷോൾഡിന് ഇഷ്യൂസ്, അതേപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ILR 5 10 പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അനീതി എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു കർശനമല്ല കുടിയേറ്റ നയം വരും കാലത്ത് കുടിയേറ്റത്തിൻ്റെ ഒഴുക്ക് UK കുറയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇതേപോലെ UK അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കുക. ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കിടിലൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വരാം. അതുവരെ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.